ഉത്തരേന്ത്യയിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ നടക്കുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിവാദം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടതാണ്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം നടത്തിയതുകൊണ്ടാണ് BJP സഖ്യത്തിന് മഹാഭൂരിപക്ഷം കിട്ടിയത്. എങ്ങനെയുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് ക്യാമ്പ് ഉന്നയിക്കും, BJP അതിനെ പ്രതിരോധിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇക്കുറി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടത്. വലിയൊരു അബദ്ധം ഇലക്ഷൻ കമ്മീഷന് പറ്റിയെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുകയാണ്. അതെന്താണ് ആ അബദ്ധം എന്ന് ചോദിച്ചാൽ, മഹാരാഷ്ട്രയിൽ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ, മഹാരാഷ്ട്രയിൽ ക്യൂ നിന്ന് വോട്ട് ചെയ്ത എണ്ണം ആളുകളെക്കാൾ 5,04,313 വോട്ടുകൾ മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കൗണ്ടിംഗ് ദിവസം ഉദ്യോഗസ്ഥർ കൂടുതൽ എണ്ണി. ശരിക്കു പറഞ്ഞാൽ 288 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയത്. 288 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമേ എണ്ണിയിട്ടുള്ളൂ. രണ്ടാമത് 280 മണ്ഡലങ്ങളിലാകട്ടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. ഇത് ഭയങ്കരമായ ഗുരുതരമായ പ്രശ്നമാണ്. പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ എണ്ണുന്നതും പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറച്ചെണ്ണുന്നതും ഗുരുതരമായ പ്രശ്നമാണ്. അതെന്തുകൊണ്ടെന്നാൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് ഇത് വലിയ വെല്ലുവിളിയാകും. തെരഞ്ഞെടുപ്പ് കേസുകൾ വന്നാൽ ഇത് വീണ്ടും റീകൗണ്ടിങ്ങോ അല്ലെങ്കിൽ റീപോളിങ്ങോ നടത്തേണ്ടി വരും ഇത്തരം മണ്ഡലങ്ങളിൽ. ഇനി മഹാരാഷ്ട്രയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം നോക്കാം. ആകെ വോട്ടർമാരുടെ എണ്ണം 64,88,195 വോട്ടർമാർ. അത് എണ്ണി തിട്ടപ്പെടുത്തിയതാകട്ടെ 64,05,92,508 വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. 64 കോടി വോട്ടർമാർ ഉള്ളപ്പോൾ 64,88,000 വോട്ടർമാരാണ് ആകെ അവിടെ ഉള്ളത്. പക്ഷേ എണ്ണിയപ്പോൾ 64,05,92,508 വോട്ടുകൾ എണ്ണി. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 5,04,313 വോട്ടുകളാണ് കൂടുതൽ എണ്ണിയത്. ഇനി 2 മണ്ഡലങ്ങളുടെ ഉദാഹരണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് നവപൂർ എന്ന സംവരണ മണ്ഡലം. അവിടുത്തെ ടോട്ടൽ വോട്ടിംഗ്, അതായത് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവിടെയുള്ള ആകെ വോട്ടർമാരുടെ എണ്ണം 2,95,786 പേരാണ്. 2,95,786 പേരാണ് നവപൂർ എന്ന സംവരണ മണ്ഡലത്തിലെ വോട്ടർമാർ. അതിൽ വോട്ട് ചെയ്തതാകട്ടെ 2,40,022 പേർ വോട്ട് ചെയ്തു. 2,40,022 പേർ അവിടെ വോട്ട് ചെയ്തു. ഇനി വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴോ 2,41,193 വോട്ടുകൾ അവിടെ എണ്ണി. 2,41,193, അതായത് ഏകദേശം 1,171 വോട്ടുകൾ അവിടെ കൂടുതൽ എണ്ണി ആ മണ്ഡലത്തിൽ. ഇനി അവിടുത്തെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ട് എത്രയും നോക്കൂ, 1,122 മാത്രമാണ് ഭൂരിപക്ഷം. അപ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കേസ് വരികയാണെങ്കിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ റീകൗണ്ടിങ് അല്ലെങ്കിൽ റീപോളിംഗ് നവപൂര് ക്ഷണിച്ചു വരുത്തിയേക്കാം. ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞ പിഴവാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവന്ന വിവാദമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെ ചില വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു മണ്ഡലം, മാവൽ എന്ന മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 3,86,176 വോട്ടർമാരാണ് മാവൽ എന്ന മണ്ഡലത്തിലുള്ളത്. അവിടെ വോട്ട് ചെയ്തതാകട്ടെ 2,80,319 പേർ അവിടെ വോട്ട് ചെയ്തു. ഇനി എണ്ണിയപ്പോഴാകട്ടെ 2,79,081 പേര് വോട്ട് മാത്രമേ അവിടെ എണ്ണിയിട്ടുള്ളൂ. അതായത് പോൾ ചെയ്ത വോട്ടുകളുടെ അത്രയും വോട്ടുകൾ അവിടെ എണ്ണിയിട്ടില്ല. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ തകരാറായിരിക്കാം, VVPATൻ്റെ തകരാറായിരിക്കാം. എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഇലക്ഷൻ കമ്മീഷന് വന്നിട്ടുണ്ട് കൗണ്ടിങ്ങിൽ. ഇത് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് മഹാരാഷ്ട്രയിൽ സൃഷ്ടിക്കുക എന്ന് ഇപ്പോൾ വ്യക്തമാകില്ല. ഇത് ദ വയർ എന്ന ഏജൻസിയാണ് വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. അവരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് വന്നാലും ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി പരിശോധിക്കും മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ, ഈ മണ്ഡലങ്ങളിലെ തോറ്റുപോയ സ്ഥാനാർത്ഥികൾ എന്തു വന്നാലും കേസുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.